ബ്ലാക്ക് വുമൻ ഇസ് എ പോയം ബൈ ലിയോപോൾഡ് സെഡർ സെൻഗർ. അപ്പോൾ ഓതറിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ലിയോപോൾഡ് സെൻഗർ എന്ന് പറയുന്നത് വാസ് ബോൺ ഓൺ 1906 ആൻഡ് ഡൈഡ് ഇൻ 2001. ആൻഡ് ഇദ്ദേഹം ഒരു സെനഗളീസ് പോയറ്റാണ്, പൊളിറ്റീഷ്യനാണ് ആൻഡ് കൾച്ചറൽ തിയറിസ്റ്റാണ്. ആൻഡ് ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഇൻ്റലക്ച്വൽസിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് സെഡർ സെൻഗർ. ആൻഡ് നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റിൻ്റെ ഒരു ലീഡിങ് ഫിഗറാണ്. ഈ ഒരു നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വാസ് സോട്ട് ടു റീക്ലെയിം ആഫ്രിക്കൻ ഐഡൻറ്റിറ്റി. അതുപോലെ സെനഗൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രസിഡൻ്റാണ്, സെനഗളിലെ ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെനഗളിലെ ഫസ്റ്റ് പ്രസിഡൻ്റാണ്. 1960 to 1980 വരെ അദ്ദേഹം ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പൊയിട്രിയിൽ ആഫ്രിക്കൻ ട്രഡീഷൻസിനെ യൂറോപ്യൻ ലിറ്റററി ഫോംസുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് എഴുതിയിരുന്നത്. അതുപോലെ തന്നെ ആഫ്രിക്കയുടെ ബ്യൂട്ടിയെ, ഹെറിറ്റേജിനെ, റെസിലിയൻസിനെ, സ്ട്രഗിൾസിനെ ഒക്കെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വർക്ക്സാണ് ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്തിരുന്നത്. സോ ഒരു ബ്ലാക്ക് വുമൻ എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ ആക്ച്വലി ഇദ്ദേഹം ഈ ഒരു ബ്ലാക്ക് വുമൻ എന്ന് പറയുന്ന പോയത്തിൽ മെറ്റഫോറിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെൻറ്റിനെ തന്നെയാണ്, ആഫ്രിക്കൻ കൺട്രി തന്നെയാണ്. ബ്ലാക്ക് വുമൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ഫ്രഞ്ചിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഫെമിനോയർ എന്നായിരുന്നു ഫസ്റ്റ് നെയിം. അപ്പോൾ ഇതൊരു മോസ്റ്റ് ഫേമസ് പോയമാണ് ഇദ്ദേഹത്തിൻ്റെ. ആൻഡ് ഇൻ ദിസ് പോയം ഹി ഈസ് സെലിബ്രേറ്റിംഗ് ദ ബ്യൂട്ടി, സ്ട്രെങ്ത് ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് ആഫ്രിക്കൻ വുമൻ. പിന്നെ ഈ ഒരു പോയത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് വുമൻ എന്ന് പറയുന്നത് ഇസ് ആൻ സിമ്പിൾ ഓഫ് ആഫ്രിക്ക. ആ ഒരു കോണ്ടിനെൻറ്റിൻ്റെ റിച്ച്നെസ്സും വാംത്തും അതുപോലെ തന്നെ ക്വാളിറ്റീസും ഒക്കെ തന്നെ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പോയത്തിൽ സെനഗൽ ആഫ്രിക്കയെ ഒരു മദറായിട്ടും ലവറായിട്ടും ഒരു വുമനായിട്ടും ഒക്കെ തന്നെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു പോയം മൂവ് ചെയ്യുന്നത് ഒരു അഡ്മിറേഷനായിട്ട്, അതുപോലെ തന്നെ ആഫ്രിക്കൻ ഹെറിറ്റേജിനുള്ളൊരു ലവ്, റെസ്പെക്റ്റ് ഒക്കെ തന്നെ ആയിട്ടാണ്. ആൻഡ് ഈ ഒരു പോയത്തിൻ്റെ ടോൺ എന്ന് പറയുന്നത് ഇൻറ്റിമേറ്റുമാണ്, നാഷണലിസ്റ്റിക്കുമാണ്. ഇൻറ്റിമേറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പോയത്തിൽ ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെൻറ്റിനെ ലവറാക്കിയിട്ടുണ്ട്, മദറാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ലേഡി ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിലൂടെ ഒക്കെ തന്നെ ഇദ്ദേഹം ഈ ആഫ്രിക്കൻ കൺട്രിയുടെ ഒരു ക്വാളിറ്റീസിനെയാണ് എടുത്ത് കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ സെനഗർ ഈ ഒരു പോയം എഴുതുന്നത് ഇസ് എ പാർട്ട് ഓഫ് നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റ്. ആൻഡ് ഈ ഒരു ബ്ലാക്ക് വുമൻ പോയം എഴുതുന്നത് early 20th സെഞ്ച്വറിയിലാണ്. ആൻഡ് ഓൺ ദാറ്റ് ടൈം ആഫ്രിക്ക വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് കൊളോണിയൽ റൂൾ. അപ്പോഴും കൊളോണിയൽ റൂളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു പോയം എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റ്. നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആഫ്രിക്കയുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി അഫേം ചെയ്യാനും ഉറപ്പിക്കാനും, അതുപോലെ തന്നെ ഈ ഒരു യൂറോപ്യൻ കൊളോണൈസേഷൻ ഇമ്പോസ് ചെയ്തൊരു സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട്, നെഗറ്റീവ് സ്റ്റീരിയോ ടൈപ്സ്. അതായത് ആഫ്രിക്കൻ പീപ്പിളിന് തന്നെ തോന്നാം അവർ ഇൻഫീരിയർ ആണ് എന്നൊക്കെ. അപ്പം അതിനെതിരെ വന്നൊരു വർക്ക് കൂടിയാണ് ഈ ഒരു ബ്ലാക്ക് വുമൻ എന്ന് പറയുന്ന വർക്ക്. ആൻഡ് ഈ ഒരു കൊളോണിയലിസം ടൈമിൽ ആഫ്രിക്കൻ ഹെറിറ്റേജിനെയൊക്കെ ഡീവാല്യൂ ചെയ്തിരുന്നു, അതിനെ ഇൻഫീരിയർ ആണ്, പ്രിമിറ്റീവ് ആണെന്നൊക്കെയാണ് അവതരിപ്പിച്ചിരുന്നത്. സോ സെനഗറിൻ്റെ പോയം ഇത് ചലഞ്ച് ചെയ്യുകയാണ്, അതുപോലെ തന്നെ ആഫ്രിക്കൻ ബ്യൂട്ടിയെയും ബ്ലാക്ക്നെസ്സിനെയും സെലിബ്രേറ്റ് ചെയ്യുകയും കൂടി ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയം. ആൻഡ് ഈ ഒരു പോയത്തിലൂടെ ആഫ്രിക്കൻ ബ്യൂട്ടി അല്ലെങ്കിൽ ബ്ലാക്ക്നെസ് എന്നൊക്കെ പറയുന്നതിന് സംതിങ് സേക്രഡ് ആണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയത്തിൽ. അതുപോലെ തന്നെ ഈ ഒരു പോയം എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് എ ലവ് പോയം, ഒരു ലവ് പോയം അല്ല. നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് ഒരൊറ്റ റീഡിങ്ങിൽ തോന്നുന്നത് ഇതൊരു ലവ് പോയമാണ്. ആൻഡ് ബ്ലാക്ക് വുമൻ എന്ന് പറയുന്നത് ഈസ് ദ ലവർ ഓഫ് ദ പോയറ്റ് എന്നൊക്കെ തോന്നാം. ബട്ട് ലേറ്റർ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, ലവ് പോയം അല്ല, ബട്ട് ആഫ്രിക്കൻ ഐഡൻറ്റിറ്റിയെ അല്ലെങ്കിൽ ആഫ്രിക്കയെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പോയമാണ്. ഈ ഒരു ബ്ലാക്ക് വുമനെ ഹീ ഈസ് ഡിസ്ക്രൈബിങ് ഇറ്റ് ആസ് എ സോഴ്സ് ഓഫ് ലൈഫ്, ജോയ്, വിസ്ഡം
ഇതൊക്കെയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആഫ്രിക്കൻ ഐഡൻറ്റിറ്റിയുടെ സ്ട്രെങ്ത്തിനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഒപ്രഷൻസൊക്കെ ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒപ്രഷൻസൊക്കെ ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത്തിനെയും കൂടിയാണ് ഈ പോയത്തിലൂടെ ഇദ്ദേഹം കാണിക്കുന്നത്. ഈ ഒരു പോയത്തിൻ്റെ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ ആഫ്രിക്കയാണ്. ആൻഡ് ഈ ഒരു പോയം സെറ്റ് ചെയ്തത് 1920s to 1930s. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരിക്കലും ആർക്കും ഒരു ബ്ലാക്ക് വുമൺ എന്ന് പറയുന്നതിനെ ബ്യൂട്ടി എന്ന് പറയുന്നതിനോട് ഒരിക്കലും സാമ്യപ്പെടുത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ അന്നത്തെ ചിന്താഗതിയിൽ ഒരിക്കലും ഒരു ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒരിക്കലും ആരുടെയും ഒരു തിങ്കിങ് ബ്ലാക്ക് വുമണിലേക്ക് പോകത്തില്ല. ആ ടൈമിൽ ബ്ലാക്ക് വുമണിനെ ബ്യൂട്ടിഫുള്ളായിട്ട് പോർട്രേ ചെയ്തൊരു പോയമാണ് ഇത്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഈ ഒരു ആഫ്രിക്കൻ വുമണിനെ എന്തൊക്കെ കാരണങ്ങളാണോ അവരെ അഗ്ലിനെസ് അല്ലെങ്കിൽ നേസ്റ്റ്നെസ് അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, അവർ അഗ്ലി ആണെന്ന് എന്തൊക്കെ ഫീച്ചേഴ്സ് കൊണ്ടാണോ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, ആ ഫീച്ചേഴ്സിനെയൊക്കെ തന്നെ അവർ എങ്ങനെയാണ് അവരുടെ ബ്യൂട്ടി ഒരു ഫീച്ചേഴ്സിനൊക്കെ തന്നെ പോസിറ്റീവ്ലി എടുത്തിട്ട് ആഫ്രിക്കൻ വുമൺ ബ്യൂട്ടിഫുൾ ആണെന്ന് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ പറയുന്നു. അദ്ദേഹം ഒരുപാട് ഇമേജറീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നേച്ചറിനെ പറ്റിയിട്ടുള്ള. ലൈക്ക് എന്താണ്, ഒരു ആനിമലിനെ പറ്റി പറയുന്നുണ്ട്, ബുഷിനെ പറ്റി പറയുന്നുണ്ട്, റൈപ്പ് ഫ്രൂട്ട്, ഈസ്റ്റ് വിൻഡ്, സൺ ബേക്ഡ്. ഇതൊക്കെ തന്നെ ഈ ഒരു ബ്ലാക്ക് വുമൻ്റെ ഇമേജിനോടുള്ളൊരു അഡ്മിറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനൊരു ലൈൻ ബൈ ലൈൻ സമ്മറി നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ naked woman, black woman, clothed with your color which is life, with your form which is beauty എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നേക്കഡ് വുമൺ, ബ്ലാക്ക് വുമൺ എന്ന് പറയുന്നത് ഈ ഒരു പോയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇദ്ദേഹം ഒരു ബ്ലാക്ക് വുമനെ അഡ്രസ്സ് ചെയ്താണ് പറയുന്നത്. ആൻഡ് അവരുടെ ബ്യൂട്ടിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ ബ്യൂട്ടി ഭയങ്കര നാച്ചുറലാണെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ഇത് മെറ്റഫറിക്കലി എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്രിക്ക എന്ന് പറയുന്നത് ഈസ് ഇൻ ഇറ്റ്സ് പ്യുവർ ആൻഡ് ഒറിജിനൽ ഫോം. ഈ ഒരു പ്യുവർ ആൻഡ് ഒറിജിനൽ ഫോമിലുള്ള ആഫ്രിക്കയാണ് ഇദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് നേക്കഡ് വുമൺ എന്ന് പറയുന്നതോടുകൂടി ഈ ഒരു കൊളനൈസേഷൻ്റെ ടൈമിൽ മുമ്പുള്ള, അതായത് കൊളനൈസ്ഡ് ആവുന്നതിന് മുമ്പുള്ള ആഫ്രിക്ക, അതായത് അൺടച്ച്ഡ് ആയിട്ടുള്ള അൺസ്പോയിൽഡ് ആയിട്ടുള്ള ആഫ്രിക്കയെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ലൈനിൽ ഈ ഒരു പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഈ ഒരു വുമൻ്റെ ബ്ലാക്ക് സ്കിൻ എന്ന് പറയുന്നത് ഈസ് എ സോഴ്സ് ഓഫ് ലൈഫ് ആൻഡ് ബ്യൂട്ടി. അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഒരു സോഴ്സും ബ്യൂട്ടിയും ആയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് വുമൻ്റെ സ്കിന്ന് അല്ലെങ്കിൽ കളറ് മാറുന്നു എന്ന് പറയുന്നു. ആൻഡ് ഈ ഒരു കളർ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ആഫ്രിക്കയുടെ റിച്ച് കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ഇതിനെ ഒരു ലൈഫ് ഗിവിങ് ലാൻഡായിട്ടാണ് ഈ ഒരു പോയിറ്റ് പറയുന്നത്. നെക്സ്റ്റ് ലൈനിൽ, ഇൻ യുവർ ഷാഡോ ഐ ഹാവ് ഗ്രോൺ അപ്പ്, ദ ജെൻറ്റിൽനെസ് ഓഫ് യുവർ ഹാൻഡ്സ് വാസ് ലെയ്ഡ് ഓവർ മൈ ഐസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ സ്പീക്കർ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ബ്ലാക്ക് വുമൻ അയാൾക്ക് കൊടുത്ത പ്രൊട്ടക്ഷനും കെയറും. ആൻഡ് ഇത് ഓൺ ദ അതർ ഹാൻഡ് വി ക്യാൻ സീ ഇറ്റ് ആസ് ആൻ ആഫ്രിക്ക ആസ് എ മദർലാൻഡ്. ആഫ്രിക്ക ഒരു മദർലാൻഡ് എന്നുള്ള രീതിയിൽ ആ ഒരു പോയിറ്റ് വളർന്നതും, അതുപോലെ തന്നെ ആ ഒരു പോയിറ്റിന് ആ ഒരു വാംത്ത് കിട്ടിയതും ലവ് കിട്ടിയതും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയും ഈസ് ആഫ്രിക്കയിൽ നിന്നാണ്. അതായത് അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്യുന്നതും എല്ലാം ആഫ്രിക്ക എന്ന് പറയുന്ന മദർലാൻഡ് ആണെന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് നൗ ഹൈ അപ്പോൺ സൺ ബേക്ഡ് പാസ് അറ്റ് ദ ഹേർട്ട് ഓഫ് സമ്മർ അറ്റ് ദ ഹേർട്ട് ഓഫ് നൂൺ. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ ബേക്ഡ് പാസ് അല്ലെങ്കിൽ ഹേർട്ട് ഓഫ് നൂൺ എന്നൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ആഫ്രിക്കയുടെ ഹോട്ട് ക്ലൈമറ്റിനെ പറ്റിയിട്ടാണ്. അതായത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഫുൾ ഓഫ് ലൈഫ് അല്ലെങ്കിൽ വാംത്ത്, സ്ട്രെങ്ത് ഒക്കെ ഉള്ളൊരു ലാൻഡായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. I come upon you, my promised land, and your beauty strikes me to hurt like a flash of an eagle എന്ന് പറയുന്നുണ്ട്. ഇതിൽ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്നത് ആഫ്രിക്ക ഒരു പ്ലേസ് ഓഫ് ഹോപ്പ് അല്ലെങ്കിൽ ഫുൾഫിൽമെൻ്റ് ഒക്കെ ആയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ആഫ്രിക്ക എന്ന് പറയുന്നതിനെ ഈസ് അദ്ദേഹം ഒരു പാരഡൈസ് ഒക്കെ ആയിട്ടാണ്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രൂ ഹോം, ഇദ്ദേഹത്തിനൊരു ബിലോങ്ങിങ് ഒക്കെ തോന്നുന്നത് ആഫ്രിക്കയിലാണെന്ന് ഇദ്ദേഹം പറയുന്നു. ആൻഡ് യുവർ ബ്യൂട്ടി സ്ട്രൈക്സ് മീ ടു ദ ഹേർട്ട് ലൈക്ക് ദ ഫ്ലാഷ് ഓഫ് ആൻ ഈഗിൾ എന്ന് പറയുന്നത് കൊണ്ട് ഈ ഒരു പോയിറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പോയിറ്റിന് ആ ഒരു ആ ഒരു ബ്ലാക്ക് വുമൻ്റെ ബ്യൂട്ടിയിലോട്ട് ഒരുപാട് അട്രാക്റ്റഡ് ആവുകയാണ്. ആൻഡ്
ഹി ഈസ് കമ്പയറിങ് ഇറ്റ് ടു ദ ഷാർപ്നെസ് ഓഫ് ആൻ ഈഗിൾസ് മൂവ്മെൻറ്റ്. ഒരു ഈഗിളിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണോ അല്ലെങ്കിൽ അതിനുള്ളൊരു ബ്യൂട്ടി എങ്ങനെയാണോ അതുപോലെയാണ് ഒരു ബ്ലാക്ക് വുമൻ്റെ ബ്യൂട്ടി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെയാണ് ആഫ്രിക്ക എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് എന്താണ് അതിനൊരുപാട് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സ് ഉണ്ട്, അതിൻ്റെ ഒരുപാട് ബ്യൂട്ടിഫുൾ കൾച്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ആൻഡ് ഇതെല്ലാം തന്നെ ഈസ് ഇൻസ്പയറിങ് ഹിം. അതാണ് ഈ ഒരു ലൈനിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആൻഡ് അഗെയിൻ ഹി ഈസ് സേയിങ് ദാറ്റ് നേക്കഡ് വുമൻ ഡാർക്ക് വുമൻ എന്ന് വീണ്ടും പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഓപ്പണിംഗ് ലൈൻ എന്താണ് എംഫസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ നാച്ചുറൽ പ്യൂരിറ്റി. ഈ ഒരു പ്യൂരിറ്റിയും സ്ട്രെങ്ത്തുമാണ് അസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് എന്തിൻ്റെയൊക്കെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നൊരു വുമൻ്റെയും അതിലൂടെ ആഫ്രിക്കയുടെയും. ഫേം ഫ്ലെഷ്ഡ് റൈപ്പ് ഫ്രൂട്ട്, സോംബ്രെ റാപ്ചേഴ്സ് ഓഫ് ദി ബ്ലാക്ക് വൈൻ, മൗത്ത് മേക്കിംഗ് ലിറിക്കൽ മൈ മൗത്ത്. ഇതിലൂടെ ഇദ്ദേഹം ഈ ഒരു വുമനെ ഈസ് കമ്പയറിങ് ടു ദ റൈപ്പ് ഫ്രൂട്ട് ആൻഡ് ബ്ലാക്ക് വൈൻ. അപ്പോൾ ഈ ഒരു റൈപ്പ് ഫ്രൂട്ടിനോടും ബ്ലാക്ക് വൈനിനോടും ഒക്കെയാണ് ഇദ്ദേഹം ഈ ഒരു വുമനെ കമ്പയർ ചെയ്യുന്നത്. ആൻഡ് അതെന്ന് പറയുന്നത് ഈസ് ആക്ച്വലി ദ സിംബൽസ് ഓഫ് റിച്ച്നെസ് ആൻഡ് പ്ലഷർ. ആ ഒരു ആഫ്രിക്കയുടെ റിച്ച്നെസ്സിനെ, കൾച്ചറൽ റിച്ച്നെസ്സിനെ ആവാം ഒക്കെയാണ് ഇതിലൂടെ പറയുന്നത്. ആൻഡ് ഈ ഒരു ആഫ്രിക്കയുടെ ഫെർട്ടിലിറ്റി, അബണ്ടൻസ്, ഇതിനെയൊക്കെയാണ് ഈ ഒരു ലൈനിലൂടെ അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Savannah stretching to clear horizons, Savannah shuddering beneath east wind's eager caresses. ആൻഡ് ഇതിലൂടെ ഈ സാവന്ന എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആഫ്രിക്കയുടെ ലാൻഡിനെയും നാച്ചുറൽ ബ്യൂട്ടിയുമാണ്. അതുപോലെ തന്നെ ഈസ്റ്റ് വിൻഡ് എന്ന് സിംബലൈസ് ചെയ്യുന്നത് യൂറോപ്യൻ കൊളനൈസേഴ്സിനെയാണ്. ആൻഡ് ദിസ് ഷോസ് ദാറ്റ് ഹൗ ആഫ്രിക്ക വാസ് എഫക്റ്റഡ് ബൈ ഫോറിൻ ഇൻഫ്ലുവൻസസ് എങ്ങനെയാണ് ഈ ഒരു ആഫ്രിക്ക എഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ ഒരു ലൈനിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ആഫ്രിക്കയുടെ കുറച്ച് കൾച്ചറിനെയും ട്രഡീഷനെയൊക്കെ പറയുന്ന ലൈൻസാണ്. ആൻഡ് കുറേ മ്യൂസിക്കിനെയും അങ്ങനെയൊക്കെ പറ്റി പറയുന്ന ലൈൻസാണ് ഇനി വരുന്നത്. കാവ്ഡ് ടോം ടോം മട്ടറിങ് അണ്ടർ ദ കോൺകറേഴ്സ് ഫിംഗേഴ്സ്. ഈ ഒരു ടോം എന്ന് പറയുന്നത് ആക്ച്വലി ഡ്രം ആണ്. ആൻഡ് ആ ഒരു സൗണ്ട് ആയിരിക്കണം മേ ബി. ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ് ദ ആഫ്രിക്കൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ. ആഫ്രിക്കയുടെ കൾച്ചറിനെയും ട്രഡീഷനെയൊക്കെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് കോൺകറേഴ്സ് ഫിംഗേഴ്സ് എന്ന് പറയുന്നതോടുകൂടി ഈ ഒരു കൊളോണിയൽ റൂളിൻ്റെ അണ്ടറിലാണ് ഇപ്പോഴും ആഫ്രിക്ക എന്ന് സിംപിളൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡ്രമ്മ് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മട്ടർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത് ആ ഒരു സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട് ഉള്ളതുകൊണ്ട് എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആഫ്രിക്കൻ കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഒപ്രഷനെ റെസിസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈസ് റെസിസ്റ്റിംഗ് ദ ഒപ്രഷൻ. ഇപ്പോഴും ആ ഒരു ഒപ്രഷനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ദ നെക്സ്റ്റ് ലൈനിൽ യുവർ സോളം കോൺട്രാൽട്ടോ വോയിസ് ഈസ് സ്പിരിച്വൽ സോങ് ഓഫ് ദ ബിലവ്ഡ്. ഈ ഒരു കോൺട്രാൽട്ടോ വോയിസ് എന്ന് പറയുന്നത് ഇസ് വെരി ഡീപ്പ് ആൻഡ് പവർഫുൾ. ആൻഡ് ഇത് ആഫ്രിക്കയുടെ റിച്ച് ഓറൽ ട്രഡീഷനെയും സ്പിരിച്വൽ ഹെറിറ്റേജിനെയുമാണ് കാണിക്കുന്നത് ഈ ഒരു ലൈനിലൂടെ. ആൻഡ് എഗെയിൻ നേക്കഡ് വുമൻ ഡാർക്ക് വുമൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആ ഒരു ബ്യൂട്ടിയെ അല്ലെങ്കിൽ കൾച്ചറിനെയൊക്കെ അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്യൂരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ എടുത്തെടുത്ത് പറയുന്നത്. ഓയിൽ ദാറ്റ് നോ ബ്രെത്ത് റഫിൾസ്, കാം ഓയിൽ ഓൺ ദ അത്ലീറ്റ്സ് ഫ്ലാങ്സ് ഓഫ് ദ പ്രിൻസസ് മാലി. ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി സിംബലൈസിങ് സ്മൂത്ത്നെസ് അല്ലെങ്കിൽ സ്ട്രെങ്ത്, റെസിലിയൻസ്. ഇതൊക്കെയാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ് അതാണ് പറയുന്നത്. ഇനി പ്രിൻസസ് ഓഫ് മാലി എന്ന് പറയുന്നൊരു റെഫറൻസ് കൊടുക്കുന്നത് കൊണ്ട് ഒരു ഗ്രേറ്റ് മാലി എംപയറിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ആഫ്രിക്കയുടെ ഒരു
ഹിസ്റ്ററിയുടെ പാർട്ടാണ്. ഇറ്റ്സ് ആഫ്രിക്കാസ് പ്രൗഡ് ഹിസ്റ്ററി ആൻഡ് പാസ്റ്റ് ഗ്ലോറി. അപ്പോൾ ഇതിനെയാണിത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഗസൽ ലിംഡ് ഇൻ പാരഡൈസ്, പേൾസ് ആർ സ്റ്റാർട്ട്സ് ഓൺ ദ നൈറ്റ് ഓഫ് യുവർ സ്കിൻ. അതും ഈ ഒരു സ്കിന്നിനെ എടുത്ത് നല്ല രീതിയിൽ പറയാണ്. ആൻഡ് ഗസൽ എന്ന് പറയുന്നത് ഗ്രേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പേൾസ് എന്ന് പറയുന്നത് ബ്യൂട്ടിയെ ഹൈലൈറ്റ് ചെയ്യാണ്. ആൻഡ് ഇത് ആഫ്രിക്കയുടെ ലാൻഡിൻ്റെ വെൽത്തിനെയും നേച്ചറിനെയും അതിൻ്റെ എലഗൻസിനെയും ഒക്കെ തന്നെയാണ് കാണിക്കുന്നത്. ഡിലൈറ്റ്സ് ഓഫ് ദ മൈൻഡ്, ദ ഗ്ലിൻറ്റിംഗ് ഓഫ് റെഡ് ഗോൾഡ് എഗെയിൻസ്റ്റ് യുവർ വാട്ടേഡ് സ്കിൻ. റെഡ് ഗോൾഡ് എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസിനെയാണ് കാണിക്കുന്നത്. ഇസ് ഇൻക്ലൂഡിങ് ഗോൾഡ്, മിനറൽസ്, ഇതുപോലുള്ള ആഫ്രിക്കയുടെ നാച്ചുറൽ റിസോഴ്സസിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടേഡ് സ്കിൻ എന്ന് പറയുമ്പോൾ ഫെർട്ടിലിറ്റി, റിച്ച്നെസ്, ആഫ്രിക്കയുടെ ഈ ഒരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ലൈനിൽ പറയുന്നത്. Under the shadow of your hair, my care is lightened by the neighboring suns of your eyes. And ഈ ഒരു ഷാഡോ ഓഫ് യുവർ ഹെയർ എന്ന് പറയുന്നതിലൂടെ ഇദ്ദേഹം ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു കെയറിങ്ങിനെയൊക്കെയാണ് കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു സൺസ് ഓഫ് യുവർ ഐസ് എന്ന് പറയുന്നത് ഈസ് എ സിമ്പിൾ ഓഫ് എൻലൈറ്റൻമെൻറ്റ്. ആഫ്രിക്കയെ ഒരു ബോത്ത് പ്രൊട്ടക്ടറായിട്ടും അതുപോലെ തന്നെ ഒരു സോഴ്സ് ഓഫ് വിസ്ഡമായിട്ടുമാണ് ഈ ഒരു പോയിറ്റിന് തോന്നുന്നത്, അല്ലെങ്കിൽ പോയിറ്റിൻ്റെ ലൈഫിൽ ആഫ്രിക്കയുടെ ഇൻഫ്ലുവൻസ് ആ രീതിയിലാണ്. ദെൻ നെക്സ്റ്റ്, നേക്കഡ് വുമൺ, ബ്ലാക്ക് വുമൺ, ഐ സിങ് യുവർ ബ്യൂട്ടി ദാറ്റ് പാസസ് ദ ഫോം ദാറ്റ് ഐ ഫിക്സ് ഇൻ ദ എറ്റേണൽ. അപ്പോൾ ഈ പോയിറ്റ് ഈ ഒരു ഫിസിക്കൽ ബ്യൂട്ടി ഫെയ്ഡ് ആവുന്നുണ്ടെന്ന് അക്നോളജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പൊയട്രിയിലൂടെ ഹീസ് ഇമ്മോർട്ടലൈസിങ് ആഫ്രിക്കയുടെ ബ്യൂട്ടി അല്ലെങ്കിൽ എസൻസിനെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ പൊയട്രിയിലൂടെ ഇദ്ദേഹം ഇമ്മോറലൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനൊരിക്കലും നശിക്കാത്ത രീതിയിൽ അനശ്വരത കൊടുക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയത്തിലൂടെ. ബിഫോർ ജലസ് ഫെയ്റ്റ് ചെയിൻ യു ടു ആഷസ് ടു ഫീഡ് ദ റൂട്ട്സ് ഓഫ് ലൈഫ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം തീരുന്നത്. ആൻഡ് ഈ ഒരു പോയത്തിൻ്റെ ഈ ഒരു ലാസ്റ്റ് ലൈനിൽ ഈ ഒരു പോയറ്റ് ഫിയർ ചെയ്യുകയാണ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആയിട്ടുള്ള കൊളോണൈസേഷൻ ഒക്കെ പോലെ ഉള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് ചിലപ്പോൾ ആഫ്രിക്കൻ ബ്യൂട്ടിയെ ഡിസ്ട്രോയ് ചെയ്തേക്കാം എന്നുള്ളൊരു ഫിയർ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം അങ്ങനെ സംഭവിച്ചാൽ തന്നെ ആഫ്രിക്ക എന്ത് ചെയ്യും? വീണ്ടും ഗ്രോ ചെയ്യും, വീണ്ടും ഫ്യൂച്ചർ ജനറേഷനെ വളർത്തിക്കൊണ്ട് വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ലാസ്റ്റത്തെ ഈ ഒരു ലൈനിലൂടെ അദ്ദേഹം അതാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ റെസിലിയൻസ് ആണ് കാണിക്കുന്നത്. ഇനി ഈ ഒരു പോയത്തിൻ്റെ അനാലിസിസ് നോക്കാം. ആൻഡ് ഈ സെനഗറിൻ്റെ ബ്ലാക്ക് വുമൺ എന്ന് പറയുന്നത് ഇറ്റ്സ് റിട്ടൺ ഇൻ 7 സ്റ്റാൻസസ്. 7 സ്റ്റാൻസസ് ഉണ്ട്, 33 ലൈൻ ഉണ്ട്. ആൻഡ് ഈ ഒരു പോയം ഇസ് റിട്ടൺ ഫ്രം ദ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്. അത് ഫ്രീ വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു റൈം സ്കീം ഒന്നുമില്ല. ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലാക്ക് വുമനോടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോൺനെസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ഹി ഡിസ്ക്രൈബ്സ് ഇവരുടെ ഈ ഒരു സ്കിൻ കളറായിട്ടുള്ള ബ്ലാക്ക്, അല്ലെങ്കിൽ ഇവരുടെ സ്കിന്നിൻ്റെ ഈ ഒരു ബ്ലാക്ക്നെസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹിയർ ആഫ്രിക്ക ഈസ് പ്രസൻറ്റഡ് ആസ് ഒരു മദറായിട്ടാണ്, നമ്മളെ ജനിപ്പിച്ച നമ്മുടെ അമ്മയായിട്ടാണ് ഒരു ആഫ്രിക്കയെ പിന്നെ കാണുന്നത്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചൈൽഡ്ഹുഡ് നറിഷ് ചെയ്യാൻ എത്രമാത്രം ആഫ്രിക്കയുടെ കീഴിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചൈൽഡ്ഹുഡ് നറിഷ് ചെയ്യപ്പെട്ടതെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. നെക്സ്റ്റ് സെനഗർ ഈ ഒരു ബ്ലാക്ക് വുമനെ ഒരു ലവറായിട്ട് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നുണ്ട്. ആൻഡ് ഇദ്ദേഹം ഈ ഒരു ബ്ലാക്ക് ബോഡി, ആഫ്രിക്കൻ വുമൻ്റെ ബ്ലാക്ക് ബോഡിയെ ഒരു റൈപ്പൻഡ് ഫ്രൂട്ടായിട്ടും ഒരു സവന്നയായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഈ ഒരു ഇതിൽ പറഞ്ഞത് തന്നെ ഈ ഒരു സ്കിന്നിനെ കൂടുതലും കമ്പയർ ചെയ്യുകയാണ് ഈ ഒരു ടോമുമായിട്ട്, അതായത് ഡ്രമ്മിൻ്റെ സൗണ്ടുമായിട്ടൊക്കെ. അത്രയ്ക്ക് ഈ ഒരു
സ്കിൻ കളറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്കിന്നിന് ഒരുപാട് സ്ട്രെങ്ത് കൊടുക്കുകയാണ് ഇദ്ദേഹം. തേർഡ് സ്റ്റാൻസയിലും ഇതുപോലെ തന്നെയാണ്, ബ്ലാക്ക് സ്കിന്നിനെ അഡോർ ചെയ്യുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ആ ഒരു അഡോറേഷൻ. സ്മൂത്ത് സ്കിന്നിനെ എന്താണ് അത്ലീറ്റിൻ്റെ ഒരു അത്ലീറ്റിനോട് അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് ആണ് കാണിക്കുന്നത്. ഒരു പ്രിൻസസ് മാലിയുടെ ആ ഒരു ഫ്ലാങ്സിലുള്ള അത്ലീറ്റിനോടാണ് കമ്പയർ ചെയ്യുന്നത്. ആ ഒരു മൂവ്മെൻറ്റ് ഒരു അത്ലീറ്റിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഓൺ ദ ലാസ്റ്റ് സ്റ്റാൻസയിൽ സെനഗർ ഈ ഒരു ബ്ലാക്ക് വുമനെ ആഫ്രിക്ക തന്നെയായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇദ്ദേഹം ഈ ഒരു ആഫ്രിക്കൻ വുമൻ്റെ ബ്യൂട്ടിയെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മെമ്മറി എന്ന് പറയുന്നത് എന്താണ്, ഈവൻ അത് ആഫ്രിക്ക ഈസ് ഡിസ്ട്രോയിഡ്, ഇപ്പം എക്സ്റ്റേണൽ ഫോഴ്സസ് ആയിട്ടുള്ള കൊളനൈസേഷൻ പോലുള്ളത് ഒക്കെ വന്ന് ആഫ്രിക്ക ഡിസ്ട്രോയിഡ് ആയാൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു മെമ്മറീസ് ഫെയ്ഡ് ആവത്തില്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ഒരു മെമ്മറീസിനെ ഫിക്സ് ചെയ്യാണ് ഉള്ളിൽ. ആ ഒരു അദ്ദേഹത്തിൻ്റെ പോയത്തിലൂടെ ഈ ഒരു മെമ്മറീസിനെ എറ്റേണലാക്കി മാറ്റുകയാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ആഫ്രിക്കൻ വുമൻ്റെ നാച്ചുറൽ ബ്യൂട്ടി ഈസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ആഫ്രിക്ക, അതായത് കൊളോണിയലിസത്തിന് മുന്നേ ഉള്ള ആഫ്രിക്ക ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. തന്നെ ഇതിൽ ഒരുപാട് പൊയറ്റിക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡിക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റഫർ എന്ന് പറയുമ്പോൾ എന്താണ് പ്രോമിസ്ഡ് ലാൻഡ്, റൈപ്ഡ് ഫ്രൂട്ട്, സവന്ന അങ്ങനെയൊക്കെ പോലുള്ള കുറേ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ സിമിലി യൂസ് ചെയ്യുന്നുണ്ട്, റെപ്പറ്റീഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നേക്കഡ് വുമൻ ബ്ലാക്ക് വുമൻ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലല്ല ആ ഒരു ഓപ്പണിംഗ് ലൈൻ കുറേ വട്ടം 2-3 വട്ടം 4 വട്ടം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇമേജറി വരുന്നുണ്ട്, പിന്നെ അലിറ്ററേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സിംബോളിസം വരുന്നുണ്ട്. അങ്ങനെ കുറേ പൊയറ്റിക് ഡിവൈസസ് ഒക്കെ വരുന്നുണ്ട്. ദെൻ ഈ ഒരു തീംസ് നോക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ ബ്യൂട്ടി, അതായത് ഈ ഒരു പോയം എന്താ ഒരു ബ്ലാക്ക് വുമൻ്റെ ബ്യൂട്ടിയെ അഡ്മയർ ചെയ്യുകയും ഗ്ലോറിഫൈ ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മുഴുവൻ പോയവും ഈസ് ഡിവോട്ടഡ് ടു ദ ബ്യൂട്ടി ഓഫ് ബ്ലാക്ക് വുമൻ. ഒരു ബ്ലാക്ക് വുമൻ്റെ ബ്യൂട്ടിയെ പറ്റിയിട്ട് എന്താ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നതാണ് ഈ ഒരു ഹോൾ പോയം എന്ന് പറയുന്നത്. ഈ ഒരു പോയിറ്റ് ഈസ് അഡ്മയറിങ് ദ ബ്യൂട്ടിഫുൾ സ്മൂത്ത് സ്കിൻ ഓഫ് ആഫ്രിക്കൻ വുമൻ. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹേർട്ടിനെ ഇത് സ്ട്രൈക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്, ആഫ്രിക്കൻ വുമൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സ്മൂത്ത് സ്കിൻ. എന്താ അതുപോലെ തന്നെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ആഫ്രിക്കൻ വുമൻ്റെ ബോഡിയെ ലേറ്റർ ഹീസ് കമ്പയറിങ് ടു റൈപ്പൻഡ് ഫ്രൂട്ട്. ലേറ്റർ ഈ ഒരു ആഫ്രിക്കൻ വുമൻ്റെ ബോഡി ഈസ് കമ്പയർ ടു റൈപ്പൻഡ് ഫ്രൂട്ട്. അതുപോലെ തന്നെ പിന്നെ ഇവരുടെ കോൺട്രാൾട്ടോ വോയിസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നീട് ഈ ഒരു പോയിറ്റ് ആഫ്രിക്കൻ വുമൻ്റെ ഫിസിക്കലായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും, അതായത് എലഗൻ്റാണ്, ഗ്രേസ്ഫുള്ളാണ്, പ്യുവറാണെന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ ഈ ഒരു പോയിറ്റ് കുറേ ബ്യൂട്ടി എലമെൻസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലൈക്ക് സൺ ബേക്ക്ഡ് പാസ്, ദ ഹേർട്ട് ഓഫ് സമ്മർ, ദ ഹേർട്ട് ഓഫ് നൂൺ, ഫേം ഫ്ലഷ്ഡ് റൈപ്പ് ഫ്രൂട്ട്, സോംബർ റാപ്ചേഴ്സ് ഓഫ് ബ്ലാക്ക് വൈൻ. ഇതൊക്കെ തന്നെ ആഫ്രിക്കയെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു നേക്കഡ് വുമനായിട്ട് പേഴ്സോണിഫൈ ചെയ്യപ്പെട്ട ആഫ്രിക്കയെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത എലമെൻസ് ആണ്. ഇനി നെക്സ്റ്റ് തീം എന്ന് പറയുമ്പം ദ നർച്ചറിങ് ക്വാളിറ്റി ഓഫ് എ ബ്ലാക്ക് വുമൻ. ഈ ഒരു പോയത്തിനകത്ത് പോയിറ്റ് ഈ ഒരു ബ്ലാക്ക് വുമൻ്റെ ക്വാളിറ്റീസിനെ ഒന്നും തന്നെ സീസ് ചെയ്യുന്നില്ല. ലൈക്ക് ഒരു കുട്ടിയെ വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള പവേഴ്സിനെ ഒന്നും സീസ് ചെയ്യുന്നില്ല. ആൻഡ് ദ പോയറ്റ് ഈസ് എക്സ്പ്രസിങ് ഹിസ് അഫെക്ഷൻ ആൻഡ് അപ്രീസിയേഷൻ ടു ദി ബ്ലാക്ക് വുമൻ. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിലെ അയാളെ ടെൻഡർലി അല്ലെങ്കിൽ നോക്കിയ ആ ഒരു ജെൻറ്റിൽ ഹാൻഡ്സിനോടുള്ള അഫെക്ഷനും അപ്രീസിയേഷനും ഒക്കെ ഇദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതുപോലെ തന്നെ ഈ ഒരു
ബ്ലാക്ക് വുമൻ്റെ എബിലിറ്റി ടു ഗിവ് ബർത്ത്, അതുപോലെ തന്നെ ഇൻഫൻറ്റ് ചൈൽഡിനെ വളർത്താനുള്ള ആ ഒരു കഴിവ് ഇതൊക്കെ തന്നെ എന്താണ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു ആഫ്രിക്കൻ വുമൻ്റെ ഒരു ഫസ്റ്റ് ടീച്ചർ ഓഫ് ദി ചൈൽഡ്, അതായത് ഈ ഒരു മദർ ടങ്ക് അല്ലെങ്കിൽ മദേഴ്സ് ട്യൂട്ടലേജ്, ഈ ഒരു ചൈൽഡ്ഹുഡിൻ്റെ പല സ്റ്റേജിലും അതുപോലെ തന്നെ ഈ ഒരു അഡൽഹുഡിലേക്ക് എത്തുന്ന ടൈമിലും ആഫ്രിക്ക എങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ നേർച്ചർ ചെയ്തതെന്നൊക്കെ, ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഇതിൽ ബ്ലാക്ക് വുമൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ കഴിവുകളെയൊക്കെ തന്നെ ഇദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പോർട്രേ ചെയ്യുന്നുണ്ട്. ദ തീം ഓഫ് പ്രൈസസ് ഓഫ് ദ ആഫ്രിക്കൻ കൾച്ചർ. ഈ പോയത്തിനകത്ത് ആഫ്രിക്കൻ കൾച്ചറിനെ പറ്റിയിട്ട് പ്രൈസ് ചെയ്ത് പറയുന്നുണ്ട്. ദാറ്റ് അതുപോലെ തന്നെ ഈ ഒരു കൾച്ചറിനെ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്യുന്ന വേർഡ്സും എക്സ്ട്രാ ഓർഡിനറി ആണ്. അതായത് ഈ ഒരു പോയിറ്റ് 1 to 2 ലൈൻസിൽ ബ്ലാക്ക് വുമൻ, അതായത് ആഫ്രിക്കയെ ഒരു ഡയറക്റ്റ് കോൾ നടത്തുകയാണ്. നിക്കഡ് വുമൻ, ബ്ലാക്ക് വുമൻ എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്താണ് പറയുന്നത്. ആൻഡ് ഈ ഒരു ആഫ്രിക്ക എന്ന് പറയുന്നത് ഈസ് ക്ലോത്ത്ഡ് ഇൻ ഹെർ കളർ വിച്ച് ഈസ് ലൈഫ് എന്ന് പറയുന്നുണ്ട്. അതായത് ആ ക്ലോത്ത്ഡ് എന്ന് പറയുന്ന എലമെൻറ്റ് സ്കിൻ കളറിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ദ പോയിറ്റ് ഷവേഴ്സ് പ്രൈസ് ഓൺ നാച്ചുറൽ ബ്ലാക്ക് കളർ ഓഫ് ദ ആഫ്രിക്കൻ വുമൻ സ്കിൻ. ആഫ്രിക്കൻ വുമൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ ബ്ലാക്ക് കളറിനെ അദ്ദേഹം പ്രൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കൻ വുമൻ്റെ എല്ലാ കാര്യങ്ങളെയും, ഫിസിക്കൽ ഫീച്ചേഴ്സിനെയും കാര്യങ്ങളെയും ഒക്കെ തന്നെ ഇദ്ദേഹം പ്രൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവരുടെ സ്മൂത്ത് സ്കിൻ എന്ന് പറയുന്നത് ഈസ് കമ്പയർ ടു ആൻ അത്ലറ്റ്, ഒരു അത്ലറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആഫ്രിക്കൻ വുമൻ്റെ ഗ്രേസ്ഫുൾനെസ്സും എലഗൻസും ഒക്കെ തന്നെ ഒരു ഗസലിനോടാണ് കമ്പയർ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ബ്ലാക്ക് വുമൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയെ ഈ ഒരു കൊളനൈസേഷൻ്റെ മുന്നേ ഉള്ള ഒരു ആഫ്രിക്കൻ കൾച്ചറിൻ്റെ റിച്ച്നെസ്സിനെ കാണിക്കുന്നു ഈ ഒരു ബ്ലാക്ക് വുമൻ്റെ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ തീം ഓഫ് വുമൻഹുഡ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് വുമൺ എന്ന് പറയുന്ന പോയത്തിനകത്ത് എല്ലാ ആസ്പെക്ട്സിലും, അതായത് ഒരു വുമന് ഏതൊക്കെ രീതിയിൽ നിൽക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ തന്നെ ഒരു ആഫ്രിക്കയും അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതായത് ഒരു വുമന് ഏതൊക്കെ റോള് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഒരു മദർ, ലവർ, അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിയുടെ ഒരു എപ്പിറ്റോം ഓഫ് ബ്യൂട്ടി ഒക്കെ ആയിട്ട് ഈ ഒരു പോയത്തിൽ ഈ ഒരു ബ്ലാക്ക് വുമനെ ഇദ്ദേഹം കാണിക്കുന്നുണ്ട്, അതായത് ആഫ്രിക്കയെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹി ഈസ് ഓൾസോ പോർട്രേയിങ് ഇറ്റ് ആസ് എ സെക്ഷുവൽ ഒബ്ജക്റ്റും. ഒരു മദറായിട്ട് കാണിക്കുന്നുണ്ട്, അതായത് കെയറിങ് ആയിട്ടുള്ള, ലവിങ് ആയിട്ടുള്ളൊരു മദറായിട്ട് കാണിക്കുന്നുണ്ട്. ദെൻ ഒരു ലവറായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്യൂട്ടിയുടെ ഒരു ഫോമായിട്ട് കാണിക്കുന്നുണ്ട്. ദെൻ ഓൾസോ ആൻ സെക്ഷുവൽ ഒബ്ജക്റ്റ്. നെക്സ്റ്റ് തീം ഓഫ് നൊസ്റ്റാൾജിയ. മിക്കവാറും എല്ലാ നെഗ്രിറ്റ്യൂഡ് പോയട്രിയെ പോലെ തന്നെയും ഈ ഒരു ബ്ലാക്ക് വുമൻ എന്ന് പറയുന്ന പോയം ഇസ് നോട്ട് ഓൺലി ഗ്ലോറിഫൈങ് ദ പ്രസൻറ്റിനെ മാത്രമല്ല ഗ്ലോറിഫൈ ചെയ്യുന്നത്. ആൻഡ് ഇദ്ദേഹം ആ ഒരു പാസ്റ്റ് ഡേയ്സിനെയും ഇദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിനെയും പറ്റി പറയുന്നുണ്ട്. ദാറ്റ് ഇദ്ദേഹം ഒരു ആഫ്രിക്കൻ മദറിൻ്റെ ജെൻറ്റിൽ കെയറിനെയും ലവിനെയൊക്കെ പറയുന്നത് ഈ ഒരു ലൈനിൽ, അതായത് ഇൻ യുവർ ഷാഡോ ഐ ഹാവ് ഗ്രോൺ അപ്പ്, ജെൻറ്റിൽനെസ് ഓഫ് യുവർ ഹാൻഡ് വാസ് ലൈഡ് ഓവർ മൈ ഐസ് എന്നൊക്കെ പറയുന്ന ആ ലൈൻസിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫിൽ ആഫ്രിക്ക എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാസ്റ്റ് എന്ന് പറയുന്ന സാധനം ഈ ഒരു പ്രീ കൊളോണിയൽ ആഫ്രിക്കയുടെ ഇന്നസെൻസിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷ് അതൊക്കെ ബ്രിങ് ബാക്ക് ചെയ്യണം, അതായത് പ്യുവർ ഗ്ലോറിയും ബ്യൂട്ടിയും ആഫ്രിക്കൻ ലാൻഡ്സ്കേപ്പിൻ്റെയും കൾച്ചറിൻ്റെയൊക്കെ ബ്യൂട്ടിയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷ് നമുക്കിതിൽ കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു പോയറ്റ് ഇപ്പോൾ ജീവിക്കുന്നത് യൂറോപ്പിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോണ്ടിനെൻറ്റിൻ്റെ ബ്യൂട്ടിഫുൾ ക്ലൈമറ്റിനെയൊക്കെ അദ്ദേഹം ഇപ്പോൾ പ്രൈസ് ചെയ്യുന്നുണ്ട്. ഓൺ ദ ലൈൻസ് ലൈക്ക് നൗ ഹൈ ഓൺ ദ സൺ ബീക്ക് പാസ്, അതുപോലുള്ള ലൈൻസിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. ആൻഡ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റൈൽസ് ഉണ്ട്. അതായത് ഇദ്ദേഹം ഇതിൽ ഡിക്ഷൻ യൂസ് ചെയ്യുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വേർഡ്സ്, ഇദ്ദേഹം ഈ ഒരു കാര്യം അവതരിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറയുന്നത്
ഇസ് ബ്രില്യൻ്റ്ലി യൂസ്ഡ്. അതായത് ലൈക്ക് നേക്കഡ്നെസ്, ബ്ലാക്ക്, ഡാർക്ക്നെസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ നെഗറ്റീവ് ആട്രിബ്യൂട്ട്സാണ് കൊടുക്കുന്നത്. പക്ഷേ ആ ഒരു ബ്ലാക്ക് വിമൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ടൈപ്പ് ഓഫ് വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോയത്തിൻ്റെ മൂഡ് എന്ന് പറയുന്നത് ഈസ് അഡോറേഷൻ. അതായത് ആ ഒരു പോയിറ്റ് ബ്ലാക്ക് വുമൻ്റെ ബ്യൂട്ടിയെ അഡോർ ചെയ്യുകയാണ്. ഇദ്ദേഹം ഈ ഒരു ബ്ലാക്ക് വുമനെ പറ്റിയിട്ട് എല്ലാം പറയുന്നതെല്ലാം എന്താണ്, ബ്ലാക്ക് വുമൻ്റെ എല്ലാം എവറിത്തിങ് ഈസ് അബൌട്ട് ദ ബ്ലാക്ക് വുമൻ ഈസ് നാച്ചുറലി ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു പോയത്തിൻ്റെ ടോൺ എന്ന് പറയുമ്പോൾ മീൻസ് ഓഫ് ദ അപ്രീസിയേഷൻ ഓഫ് നാച്ചുറൽ ബ്യൂട്ടി ഓഫ് ബ്ലാക്ക് വുമൻ. ബ്ലാക്ക് വുമൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയാണ് അപ്രിഷ്യേറ്റ് ചെയ്യുവാണ്. അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള സ്മൂത്ത് ഡാർക്ക് സ്കിന്നിന് മാത്രമല്ല അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്, ബട്ട് എന്താണ് അവരുടെ ചിൽഡ്രനെ അവൾ അപ്ബ്രിങ് ചെയ്യുന്ന മാനേഴ്സും വേയും കൂടി ഇവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈ ഒരു പോയം എന്ന് പറയുന്നത് ഈസ് ലൈക്ക് ആൻ ഓരോ ഓഡായിട്ടാണ് ഈ ഒരു പോയം ആക്ട് ചെയ്യുന്നത്. ലൈക്ക് ഇറ്റ് ഈസ് പ്രൈസിങ് ദി ബ്ലാക്ക് വുമൻ ആസ് ആൻ ആഫ്രിക്കൻ ആൻഡ് ഈ ഒരു പോയിറ്റ് ഈ ഒരു ആഫ്രിക്കയെ ഒരു മദറും ഡോട്ടറും സിസ്റ്ററുമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു മദർ എന്നുള്ളതിനപ്പുറം എല്ലാ വുമണിനെയും എന്ത് ചെയ്യണം, മദർ ആഫ്രിക്കയെ ആക്ച്വലി എല്ലാ വുമണിനെയും പോലെ ട്രീറ്റ് ചെയ്യണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ലൈക്ക് ഈ ഒരു ആഫ്രിക്കൻ വുമൻ്റെ ബ്യൂട്ടിയെ ഇവർ പ്രൈസ് ചെയ്യുന്നുണ്ട് ഈ സൊസൈറ്റിയിൽ. അതുപോലെ അവൾക്കൊരു റൈറ്റ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് കൊടുക്കണം, അതായത് ആഫ്രിക്കയുടെ ഐഡൻറ്റിറ്റിയെ അസേർട്ട് ചെയ്യാനൊരു കറക്റ്റ് പ്ലേസ് കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം നിർത്തുന്നത്. അതായത് ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു ഓഡാണെന്ന് അതുകൊണ്ട് തന്നെ പറയാം. ഈ ഒരു ആഫ്രിക്കയെ ഒരു വുമനായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ പ്രൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പോയം പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് ചോദിക്കാം ഇതിൽ നിന്ന്. അതുപോലെ തന്നെ ഓറൽ ലിറ്ററേച്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാം. ദെൻ അതുപോലെ ഈ ഒരു അത്രയും നാളും ഇല്ലാതിരുന്നൊരു ബ്യൂട്ടി ഐഡിയൽ എങ്ങനെയാണ് ഇദ്ദേഹം സെങ്കർ ബ്ലാക്ക് വുമൻ എന്ന് പറയുന്ന പോയത്തിലൂടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കാം. ദാറ്റ് സെങ്കേഴ്സ് ക്രിയേഷൻ ഓഫ് എ ന്യൂ ബ്യൂട്ടി ഐഡിയൽ ഇൻ ബ്ലാക്ക് വുമൻ, അതൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഒരു കണക്ഷൻ ആഫ്രിക്കയെ ബ്ലാക്ക് വുമനായിട്ട് കൺസിഡർ ചെയ്ത് എഴുതിയിരിക്കുന്നത് ചോദിക്കാം. ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്.